ഇന്നത്തെ ദിവസം ഏറ്റവും വിഷമിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മുകേഷ് എം എൽ എ ആയിരിക്കും. കാരണം ഇനി വരുന്ന എല്ലാ ബൈറ്റിലും ഉദ്ധരിക്കപ്പെടുന്ന പേരാരാണ്? മുകേഷ് എം എൽ എ നിങ്ങൾ എന്തു ചെയ്യുന്നു? കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തു നിന്ന് പിടിച്ച് പുറത്തിടുന്നതോടുകൂടി കോൺഗ്രസ് സർവ്വബാധ്യതകൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അതൊരു തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ക്രൊണോളജി നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു പരാതിയോ അല്ലെങ്കിൽ നിയമം വ്യവഹാരത്തിലേക്കോ കടക്കുന്നതിന് മുമ്പ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ആളെ പുറത്താക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ കോടതിയിൽ FIR ഇട്ടതിന് ശേഷം അവരെന്ത് ചെയ്യണം? പുറത്താക്കുകയാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ ന്യായം പറയാം. ഇപ്പോൾ CPM ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിച്ച ആദ്യം പറഞ്ഞ ന്യായം എന്താണ്? നോക്കൂ, അത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്. കുറ്റവാളികളാണോ എന്ന് തീരുമാനിക്കട്ടെ. കുറ്റവാളിയാണെന്ന് തീരുമാനിച്ച ശേഷം പാർട്ടിയുടെ നിലപാട് എന്താണ്? അത് തെറ്റായ വിധിയാണ്, കോടതിയുടെ തെറ്റായ കണ്ടെത്തലാണ്, തെറ്റായ തീർപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് കൊലപാതകം പോലെയുള്ള ക്രിമിനൽ കേസുകളിൽ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ അവരുടെ ഒരു MLA സമാനമായ കേസിൽ പ്രതിയായി നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം ഏറ്റവും വിഷമിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മുകേഷ് എം എൽ എ ആയിരിക്കും. കാരണം ഇനി വരുന്ന എല്ലാ ബൈറ്റിലും ഉദ്ധരിക്കപ്പെടുന്ന പേരാരാണ്? മുകേഷ് എം എൽ എ നിങ്ങൾ എന്തു ചെയ്യുന്നു? കാരണം കേസ് അതേ സമാന സ്വഭാവമുള്ള കേസാണ്. അതിൻ്റെ തീവ്രത ഏതളവിലാണെന്ന് അളക്കാൻ അങ്ങനൊരു തീവ്രത അളക്കൽ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നിയമപരമായി സമാനമായ കേസാണ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമായിട്ട് അവരുടെ MLA ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ പ്രധാന സംഘാടകനായി അവരുടെ സർവ്വവേദികളിലുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന പേര് മുകേഷ് MLA എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ മുകേഷിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിന് CPM മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏറ്റവും സങ്കടപ്പെടുന്ന മനുഷ്യൻ മുകേഷ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ മറ്റേ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്നുണ്ട് CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം. ഇതുവരെ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി എല്ലാം എൻഡ് ഓഫ് ദ ഡേ ഈ സംഗതികളൊക്കെ എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ധാർമ്മികതയെക്കുറിച്ചോ സദാചാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉയർന്ന മൂല്യബോധത്തെക്കുറിച്ചോ ഉള്ള സംസാരങ്ങളോ ആകുലതകളോ അല്ല, രാഷ്ട്രീയമാണ്. അങ്ങനെ ആ രാഷ്ട്രീയ പോർമുഖത്ത് നിശ്ചയമായും കോൺഗ്രസ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന ദിവസമാണിത്.